ജർമ്മൻ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഡിസംബർ 29 എന്നോട് ജർമ്മൻ കോളേജിൽ വന്ന് അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഉടമ്പടി എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, എന്നെ വിളിച്ച് പറഞ്ഞു എനിക്കതിൽ അഡ്മിഷൻ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് പറയേണ്ടായി ജോലി കളഞ്ഞ് വന്നു, അഡ്മിഷൻ കിട്ടില്ല, ഇനി എന്ത് ചെയ്യുന്നുള്ളൊരു സംസാരം വന്നു. എനിക്ക് സാധാരണ ദേഷ്യമാണ് വരാറ്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ ആദ്യം ചെയ്തത് ഹാളിൽ പോയിട്ട് ഈശോയുടെ രൂപം നോക്കി വിശ്വാസപ്രമാണം ചെല്ലുവാണ് ചെയ്ത്. ഞാൻ ഒത്തിരി വിശ്വാസപ്രമാണം ചെല്ലിക്കാൻ എൻ്റെ സങ്കടം കടങ്ങി. പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല, ക്ലാസ് 29 സ്റ്റാർട്ട് ചെയ്യാൻ വന്നോളാം പറഞ്ഞു. ഞാൻ B2 വരെ പഠിച്ചു. അതിനുശേഷം ഞാൻ അവിടെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേര് സ്റ്റുഡൻസ് എല്ലാം ഒരുമിച്ച് എക്സാം എഴുതുന്നതിന് മുമ്പ് പിന്നെയും ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. ഞാൻ B2 എക്സാം എഴുതി 3 മൊഡ്യൂളായിരുന്നു എഴുതിയിരുന്നത്. അതിൽ 2 ഞാൻ മാതാവിൻ്റെ കൊണ്ട് പാസ്സായി. മാതാവിൻ്റെ കാശ് രൂപ ഞങ്ങൾ കൊണ്ടുപോയി എക്സാം എഴുതാൻ വേണ്ടി. പിന്നെ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ കസേരയുടെ ചുറ്റും ഞങ്ങൾ ഇരുന്നിട്ടാണ് എക്സാം എഴുതാനിരുന്നത്. ഏതായാലും 2 മൊഡ്യൂളിന് പഠിച്ച അമ്മ എന്നെ ജയിപ്പിച്ച് തന്നു. പിന്നീട് ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ ഉടമ്പടി പുതുക്കിയല്ലോ. ആ സമയത്ത് പിന്നെ എനിക്കൊരു പ്രസിഡന്റ് ഉണ്ടായി. എനിക്ക് അവിടെ എൻ്റെ ബാക്കി പ്രോസസ്സിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ഞാൻ വീട്ടിൽ നിൽക്കുകയാണ്. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരി ജാസ്മിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സ്റ്റുഡൻസിനെ വീട്ടിൽ പഠിച്ചവരെ പുറത്തോട്ട് കൊണ്ടുപോകും, ഫെബ്രുവരി ആകുമ്പോൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ച് സംസാരിച്ച് ഒത്തിരി പൈസയൊന്നും സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ചേർന്നു. അവിടെ ചേർന്നതിന് ശേഷം ഞാൻ പിന്നെ എക്സാം എഴുതി ജയിച്ചു. ബാക്കി എക്സാം പിന്നീട് എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ജനുവരിയിൽ. ഞാൻ ഡിസംബർ 27 രണ്ടാമതിൻ്റെ